ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ചാൽ ഞാൻ എങ്ങനെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു, ഞാൻ എന്തുകൊണ്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. കുറെ ആൾക്കാർക്ക് എന്നോട് ചോദിച്ചു, എന്തുകൊണ്ട് ഇജിപ്പോൾ എങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി? ഒരു മുണ്ടാത്തൊരു കുട്ടി, ഞാൻ ഇത് ഇൻട്രോവേർട്ടാട്ടോ. അപ്പോൾ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു കുട്ടി, അതായത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ യൂട്യൂബിലേക്ക് എങ്ങനെ വന്നു, സോഷ്യൽ മീഡിയക്ക് എങ്ങനെ വന്നു, അങ്ങനെ എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ എനിക്ക് ഇത്ര കോൺഫിഡൻസ് സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ കോൺഫിഡൻസ് കിട്ടി വന്നത് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ചാൽ ഞാൻ എങ്ങനെ ചാനൽ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പം എല്ലാവരും കാണുക. അപ്പം വീഡിയോ അതിനെ ലൈക്ക് ചെയ്തുകൊണ്ട് കണ്ടു തുടങ്ങുക. അപ്പം ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നേരെ വീഡിയോട്ട് പോകാം ഗൈസ്. സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ സ്മാർട്ട് ഫോണൊക്കെ വരാൻ തുടങ്ങിയാൽ എന്താ വെച്ചാൽ ഞാൻ 2ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ്. അതിന് മുന്നേ എനിക്ക് എന്താ വെച്ചാൽ ടാബ് ഞാൻ കളിക്കലില്ല, അല്ലാതെ ഫോണ് സോഷ്യൽ മീഡിയ അങ്ങനത്തെ സംഭവമായിട്ട് എനിക്ക് തീരെ നോളജ് ഇല്ല. അപ്പൊ ഞാൻ 2ാം ക്ലാസ് പഠിക്കുന്ന ടൈമിലാണ്, ഏകദേശം 2017 അങ്ങനെന്തോ ആണ്. ആ സമയത്താണ് ഞാൻ 2ാം ക്ലാസ് പഠിക്കുന്നത്. അന്നൊക്കെയാണ് ഇപ്പച്ചി പുതിയ ഫോൺ വാങ്ങുന്നത്, സ്മാർട്ട് ഫോൺ. അപ്പൊ അതിൽ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിലെന്താ വെച്ചാല് ഞാൻ കാണുന്ന സംഭവം എന്താ വെച്ചാല് ഇതൊക്കെയാണ് M80 മൂസ അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ കാണല്. അപ്പൊ അങ്ങനെ കണ്ടു തുടങ്ങി. പിന്നെ കുറച്ച് കഴിയുമ്പോത്തിന് കുറെ യൂട്യൂബേഴ്സ് ഒക്കെ വരലെടുത്തി വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ട് തുടങ്ങി. അങ്ങനെ വ്ളോഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ ചോദിച്ചു ഇത് വ്ളോഗ് ചെയ്യണ എല്ലാവർക്കും ചെയ്യാൻ പറ്റൂല. എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. അതിങ്ങനെ ഹലോ ഗൈസ്, നമ്മൾ ഓരോ സ്ഥലം കാണിച്ചു കൊടുക്കുക, നമ്മളെ പരിചയപ്പെടുത്തി കൊടുക്കുക, നമ്മളെ ആൾക്കാരെ കണക്ട് ആണ് സംഭവമാണ് എന്നുള്ളത്. അന്ന് എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരു ഫീൽഡ് ആയിരുന്നു ഇത്. അപ്പം അങ്ങനെയൊക്കെ സമയത്താണ് ഞാൻ പൊതുവെ ഇങ്ങനെ പറഞ്ഞു കേട്ടു തുടങ്ങി, അതിങ്ങനെ ചെയ്താൽ പൈസ കിട്ടും, യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ വ്ളോഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പൈസ കിട്ടിയിട്ട് അങ്ങനെയൊക്കെ ഞാൻ കേട്ട് തുടങ്ങുന്നത്. യൂട്യൂബിൽ നിന്ന് വ്ളോഗ് എടുത്തു കഴിഞ്ഞാൽ പൈസയും കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ളത്. സോ ആദ്യം എനിക്കൊരു ഇതുണ്ട്, വ്ളോഗിനോട്ടൊരു കമ്പുണ്ട്. അപ്പൊ എനിക്ക് പൈസ കൂടി കിട്ടുന്ന പറഞ്ഞപ്പം ഒന്നുകൂടി കമ്പായി, പൊലിവായില്ലേ. അപ്പം അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് എന്നുള്ളതിന്റെ മനസ്സിൽ ഇവിടെ തുടങ്ങി. എന്തെങ്കിലും ഇൻഷാ അല്ലാഹ് ആ ഒരു സംഭവം തുടങ്ങിയപ്പോഴാണ് എന്തെങ്കിലും ഇൻഷാ അല്ലാഹ് എനിക്ക് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള, വലുതായിട്ട് തുടങ്ങും എന്നുള്ള ഒരു സംഭവം എനിക്ക് എന്റെ മനസ്സിൽ വന്നത്. അപ്പൊ അങ്ങനെയൊക്കെ സമയത്താണ് ഞാൻ ഏകദേശം 4ാം ക്ലാസ് കഴിയുക ആ ഒരു ടൈം ആയപ്പോഴാണ് എന്ത് കൊറോണ എന്നുള്ളത്. ഞാൻ ചോദിച്ചു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും തുടങ്ങാൻ പറ്റിയ സംഭവമല്ല, എല്ലാവർക്കും കൂടെ അങ്ങനെ വേറെ മണ്ടി ചെന്നാൽ വേഗം തുടങ്ങാൻ പറ്റിയ സംഭവമല്ല. അങ്ങനത്തെ ഒരു സംഭവത്തിൽ എനിക്കറിയില്ലല്ലോ. കാരണം ഞാൻ 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ്. ആ 4ാം ക്ലാസ് കുട്ടികൾക്കുള്ള ബുദ്ധി എനിക്ക് ഉണ്ടാവുള്ളൂ. അത് ഇപ്പോഴത്തെ പോലെ സോഷ്യൽ മീഡിയ അത്ര വളർന്നിട്ടുമില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്താണ് അപ്പൊ കൊറോണ വന്നത്. അപ്പൊ കൊറോണ വന്ന സമയത്ത് എല്ലാവരും ചാനലോടും കിട്ടും, എല്ലാവരും ഹലോ ഗൈസ് കുറെ യൂട്യൂബേഴ്സ്മാർ വന്നു, അങ്ങനെ കുറെ ഫിഷിംഗ് ബ്രിക്സ് അങ്ങനെ ഒരുപാട് ചാനല് കാണുകൊടുത്തി. അപ്പൊ എനിക്ക് ഒന്നും കൂടി പോലും ഇവലൊക്കെ തുടങ്ങിയല്ലോ, അപ്പൊ എനിക്കും തുടങ്ങേണ്ടിനും അങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്ക് എന്താ വെച്ചാൽ എങ്ങനെ തുടങ്ങണം എന്നോ ഫോൺ ഒരു ഐഡിയ ഇല്ലട്ടോ. എനിക്ക് വീഡിയോ എടുക്കാൻ ക്യാമറ ഓൺ ആക്കാൻ അറിയാം, അല്ലാതെ ഇപ്പൊ എങ്ങനെ തുടങ്ങണം എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യണം ഒരു തേങ്ങ എനിക്കറിയാം. അങ്ങനെയൊക്കെ സമയത്താണ് അപ്പുറത്തെ വീട്ടിലൊരു ചെങ്ങായി അവന് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം. മനസ്സിലായി അന്നത്തെ ഇപ്പൊ അല്ല, അന്നത്തെ ഒരു കമ്പത്തിനോ തുടങ്ങിയ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു എനിക്കൊരു ചാനൽ തുടങ്ങണമെന്ന്. അപ്പൊ കാണിച്ചു തന്നു, ഓൻ തുടങ്ങി തന്നു. അപ്പം ആ തുടങ്ങി തന്നാണ്ട് എനിക്ക് അങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് അറിയില്ല. ഓനക്ക് ജസ്റ്റ് പറഞ്ഞു ആദ്യം നിൽക്കിയാൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഫസ്റ്റ് വീഡിയോ എന്താ വെച്ചാല് ഞാൻ അങ്ങനെ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മതിൽമേതരനായിട്ടുള്ള സംഭവമായിരുന്നു. ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാവരും നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാണ് ഫസ്റ്റ് വീഡിയോ ഇട്ടത്. അങ്ങനെ ഫസ്റ്റ് വീഡിയോ ഇട്ട് അങ്ങനെ എൻ്റെ ഫസ്റ്റ് സബ്സ്ക്രൈബേഴ്സ് ആരൊക്കെ വെച്ചാൽ ഇമ്മച്ചി ഇപ്പച്ചി ഇപ്പച്ചിനെ ഫോളോ സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ ഉമ്മച്ചി അതേമാതിരിക്ക് തന്നെ എൻ്റെ കുടുംബക്കാര്, അതായത് ഉമ്മാൻ്റെ പോലെ ഓർക്ക് ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തു, നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനാണ്. അങ്ങനെ പിന്നെ എൻ്റെ അയൽവാസിയിലെ അപ്പുറത്ത് വീട്ടിൽ രാത്രി അങ്ങനെയൊക്കെയാണ് എൻ്റെ ഫസ്റ്റ് സബ്സ്ക്രൈബേഴ്സ്. അവിടെ 4 5 അങ്ങനത്തെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്താണ് എനിക്ക് വീഡിയോ ക്യാമറ ഓൺ ആക്കാൻ അറിയില്ല, അതായത് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊന്നും എനിക്ക് അറിയില്ല, എഡിറ്റ് പോലും ചെയ്യാൻ അറിയില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഇട്ട് തുടങ്ങി. അതായത് ഞാൻ ഇന്ന് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ടൈപ്പ് സാധനങ്ങൾ ഞാൻ വ്ളോഗിങ് ആയിട്ട് അങ്ങനെ ചെയ്യലില്ല. ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുക അങ്ങനത്തെ ടൈപ്പ് കണ്ടന്റ് ചെയ്യല്. അത് എന്താ വെച്ചാൽ ലവ് ബേർഡ്സിന് കൂട് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ എന്തൊക്കെ ഗപ്പിക്ക് തീറ്റ ഉണ്ടാക്കിയിട്ടുണ്ട്, അങ്ങനെ എന്തൊക്കെ വീഡിയോ ആണ്. അപ്പൊ അങ്ങനെ ഒരു വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ല, മനസ്സിലാക്കണം. അന്ന് എന്താ വെച്ചാൽ കളിച്ചിരിക്കുന്ന ആപ്പ് ഏതാ വെച്ചാൽ ഇൻഷോട്ടാണ്. അപ്പൊ ഇൻഷോട്ട് എഡിറ്റ് ചെയ്യണമെന്ന് അറിയില്ല. അതായത് എനിക്ക് വീഡിയോ ഇതൊക്കെ തുടങ്ങിയാലേ എനിക്ക് മനസ്സിലായത് എഡിറ്റിംഗ് ആയിരുന്ന സംഭവം ഉണ്ടെന്നും അങ്ങനത്തെ ഇതൊക്കെ ചെയ്താലേ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇങ്ങനെ ആവുള്ളൂ, നമ്മള് കാണുന്ന ഔട്ട്പുട്ട് കൊടുക്കാനുള്ളൂ എന്നൊക്കെ മനസ്സിലാക്കണം അപ്പോഴാണ്.
അപ്പൊ അങ്ങനെയൊക്കെ സമയത്താണ് ഇൻഷോട്ട് പറഞ്ഞ ആപ്പാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്തെടുത്തി. അപ്പൊ എനിക്ക് കുറച്ച് അന്തം വന്നു, ആൾക്ക് യൂട്യൂബ് ചോദിച്ചാലോ. അപ്പൊ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തെടുത്തി ഏതാണ് നല്ല എഡിറ്റ് ചെയ്യാൻ പറ്റിയ ആപ്പ് നോക്കി. അപ്പൊ ഇൻഷോട്ട് ആയിരുന്നു. അപ്പൊ ഞാൻ ഇൻഷോട്ടിലൊക്കെ തുടങ്ങി. എന്നിട്ട് എനിക്ക് അങ്ങനെ ഇൻട്രോ തന്നെ ഫസ്റ്റ് 2 പ്രാവശ്യം ഞാൻ കൊടുക്കും. ഇത് എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയില്ലല്ലോ. ആ ഇൻട്രോ തന്നെ 2 പ്രാവശ്യം പറയൽ കൊടുത്തി. അത് ഹലോ ഗൈസ്, നീ അപ്പൊ ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഇതാണ്, ഇപ്പൊ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ആൾക്ക് 2 പ്രാവശ്യം വരിക. എനിക്ക് എഡിറ്റ് ചെയ്യാന്ന് വെച്ചല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ എഡിറ്റിങ് ഞാൻ പഠിച്ചു തുടങ്ങിയ സമയത്ത്. അപ്പൊ എഡിറ്റിങ് അങ്ങനെ പഠിച്ചു പതുക്കെ പതുക്കെ ഞാൻ ചെയ്ത് ഞാൻ തന്നെ അങ്ങനെ ചെയ്ത് അടിപൊളിയായി വന്നു എഡിറ്റിങ്. പക്ഷെ എന്താ വെച്ചാല് ക്ലിയറുള്ള ഫോണൊന്നുമില്ല. എന്റെ ഇപ്പാന്റെ ഫോണാണ് വിവോ Y12 അങ്ങനെന്തോ ആണ്. അപ്പൊ ആ ഫോണ് എപ്പോഴും ഇവിടെ വീട്ടിലുണ്ട്. അപ്പൊ ആ ഫോണാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ടിരുന്നത്. ഞാൻ വേണമെങ്കിൽ അന്ന് ഫോട്ടോ തമ്മിലോ വെക്കലൊന്നും അറിയില്ല കേട്ടോ. അപ്പൊ പറഞ്ഞുതരാം, തമ്മിൽ വെക്കലോ കാര്യങ്ങളോ ഒന്നും അറിയില്ല എനിക്ക്. അപ്പം തമ്മിൽ എടുക്കാൻ വേണ്ടി ഞാൻ ഫസ്റ്റ് തമ്മിലൊക്കെ യൂട്യൂബിൽ നോക്കി പഠിച്ചു എങ്ങനെ തമ്മിൽ വെക്കാന്നുള്ളതൊക്കെ. വൈറ്റി സ്റ്റുഡിയോ അങ്ങനെയൊക്കെ ആപ്പ് ഡൗൺലോഡ് ഇങ്ങനെ ഇതായി വരുന്നുള്ളൂ, ഒരു എയിമായി വരുന്നുള്ളൂ, മനസ്സിലായേ. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്താണ് പിന്നെ ഞാൻ അവിടെ സൈഡിൽ കൊടുക്കാം ഫോട്ടോ. അന്നത്തെ ഒരു ഫോട്ടോ ഉണ്ട്, പ്രാവിനെ ഇങ്ങനെ കൈ പിടിച്ചാലുള്ള സംഭവം. അങ്ങനെയൊക്കെ തമ്മിലും കാര്യങ്ങളൊക്കെ വെച്ച് പഠിച്ചു തുടങ്ങി. അങ്ങനെയൊക്കെ സമയത്താണ് കൊറോണ ഏതാണ്ട് കറക്റ്റ്, അതായത് പീക്ക് ലോക്ക്ഡൌണിന്റെ പീക്ക് ടൈമില്ലേ, ആ ടൈമൊക്കെ കഴിഞ്ഞു. കുറച്ച് കൊറോണ കഴിഞ്ഞു, ഏകദേശം സ്കൂളൊക്കെ തുറക്കാനായി തുടങ്ങി നിൽക്കുന്ന ടൈമിലാണ്. ഏകദേശം 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് തോന്നുന്നില്ലേ, 5ലോ 6ാം ക്ലാസ് അവസാനമായപ്പോഴാണ് എന്ത് കൊറോണ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ടുള്ളത്. സ്കൂൾക്ക് കാര്യങ്ങളൊക്കെ കുറച്ചൊരു ഉച്ച മുതൽ വരെ അങ്ങനെ എന്തൊക്കെ ബാച്ചോ അങ്ങനെ ഇതാക്കിയാണ്ട് വരല തുടങ്ങിയത്. അപ്പം ആ ഒരു സമയത്താണ്, അതിന് മുമ്പായിട്ടാണുള്ള എന്റെ വീട് പണി. എന്റെ വീട് പണി അല്ലോ, എല്ലാവരും വീട് പണി. അപ്പൊ വീട് പണി സ്റ്റാർട്ട് ചെയ്തുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കങ്ങനെ ക്യാമറ കാര്യങ്ങളോ, അതായത് വീഡിയോ എടുക്കാൻ ഒരു ഫ്രെയിം പോലും എനിക്ക് മേടിക്കലോ. ഫുള്ള് വീട് അലങ്കോലായത്, എല്ലാവരും പാടെ അഡ്ജസ്റ്റ് ചെയ്താണ്ട് എല്ലാവരും പാടെ ഒരു റൂമിലേക്ക് കിടക്കുക. അപ്പൊ അങ്ങനെ വീഡിയോ എടുക്കാൻ പോലും നല്ലൊരു ഫ്രെയിം പോലും കിട്ടാത്ത ഒരു സന്ദർഭത്തിലേ അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കുക, വീടൊക്കെ ഒന്ന് സെറ്റ് ആയിക്കോട്ടെ, എന്നിട്ട് നല്ല രീതിക്ക് വ്ളോഗ് ചെയ്യുക, ഹോം ടൂറും അങ്ങനെ അടിപൊളിയാക്കി ചെയ്യാന്നൊക്കെ മൈൻഡ് സെറ്റ് എനിക്ക് വന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ഇതിന് വീട് പണി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഏകദേശം 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് വീട് പണി കഴിഞ്ഞത്. അപ്പൊ 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് വെച്ചാല് വ്ളോഗ് കാര്യങ്ങളൊക്കെ ഇട്ടു. സ്വാഭാവികം ക്ലാസ് 12 അറിഞ്ഞു. 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ക്ലാസ് 12 ഇറങ്ങും, ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ എല്ലാവരും ഉള്ള ഗ്രൂപ്പിലൊക്കെ ഇട്ട് നാറ്റിച്ച് നല്ല ശീക്ക് നാരിയും. അപ്പൊ എനിക്ക് ചെറിയ മടിയായി കേട്ടോ. പിറ്റേ ദിവസം സ്കൂളിൽ പോയി ഞാൻ ഏതൊക്കെ സ്റ്റിക്കറൊക്കെ, അതായത് അന്നത്തെ ഓനൊക്കെ എഡിറ്റ് ചെയ്യണ ചെങ്ങായി, ഓനൊക്കെ ക്രിയേറ്റിവിറ്റി നിങ്ങൾ കാണണം. അതായത് ബാത്റൂമൊക്കെ എടുത്തു തരികയാണ്, അങ്ങനത്തെ ഒക്കെ എഡിറ്റിങ്ങോ കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇങ്ങോട്ട് നാറ്റിച്ച് സ്കൂൾക്ക് കയറാൻ പറ്റാത്ത അവസ്ഥ വരെ ആക്കി അന്ന്. അപ്പൊ ഇപ്പൊ കേൾക്കുമ്പോ തന്നെ ചിരി വരുന്നുണ്ട്. അതങ്ങനെ അപ്പൊ ഭയങ്കരമായിട്ട് മൂഞ്ചി. അപ്പൊ എല്ലാരും ഇങ്ങനെ കളിയാക്കലെടുത്തി, നല്ല കളിയാക്കരുത്. എല്ലാരും അറിഞ്ഞു, ഗ്രൂപ്പ് അപ്പുറത്തെ ക്ലാസ്സിലും എല്ലാരും 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് കേട്ടോ. അപ്പൊ എല്ലാരും അറിഞ്ഞു. അപ്പൊ അങ്ങനെ ചെറിയൊരു മടിയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ അറിഞ്ഞു. ഞാൻ പിന്നെ വ്ളോഗൊക്കെ ഇട്ടോണ്ട് ഇരുന്ന്, അതായത് പല ടൈപ്പ് ഇങ്ങനെ ഓരോ സംഭവം ഉണ്ടാക്കണതും അങ്ങനെയൊക്കെ. ഒരു വ്ളോഗ് ഇട്ട് കഴിഞ്ഞാല് ഒരു മാസ്റ്ററിലേക്ക് ലൂക്കായി. പിന്നെ ഒരു വ്ളോഗ് ഇട്ട് അങ്ങനെ കറക്റ്റ് ആയിട്ടൊന്നും ഇടലോ എടുത്തില്ല. അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒഴിവിട്ടും പിന്നെ ഫോണൊക്കെ ഇട്ടുമ്പോൾ മെല്ലെ നൈസെത്തിങ്ങൊക്കെ ഒപ്പിച്ചാണ്ട് വീഡിയോ ഇടലെടുത്തി. അപ്പൊ അതിന് കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പൊ അതിന് എഡിറ്റിങ് ഞാൻ VN മാറിട്ടോ. അപ്പൊ അങ്ങനെ അപ്പൊ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ പഠിച്ചു. അതായത് വലിയ സംഭവം നല്ല ഒരു കട്ട് വരെ കൊടുക്കലേ എനിക്ക് അറിയില്ല ഇനി. അപ്പൊ അതൊക്കെ പഠിച്ചു തുടങ്ങി. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത്, അതായത് ആ ഒരു കാലത്ത് അപ്പൊ തന്നെ എല്ലാവരും ക്ലാരിറ്റിയിലെ യൂട്യൂബ് ആകട്ടെ ഇൻസ്റ്റാഗ്രാം ആകട്ടെ, അപ്പൊ ഇൻസ്റ്റാഗ്രാം തുടങ്ങുന്ന സമയം കേട്ടോ. അപ്പൊ എല്ലാവരും ക്ലാരിറ്റിയിലെ വീഡിയോ ഉണ്ടെങ്കിൽ ആൾക്കാർ കാണുള്ളൂ, ഓഡിയൻസ് കാണുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ഇൻഷാ അല്ലാഹ് ഒരു ഫോൺ എടുക്കണം, എന്നിട്ട് വ്ളോഗ് തുടങ്ങാന്നുള്ള മൈൻഡ് സെറ്റൊക്കെ മാറി. അതായത് നല്ലൊരു ഫോൺ വാങ്ങട്ടെ. അതായത് ഫസ്റ്റ് ഞാൻ വിചാരിച്ചു അതായത് വീട് പണിയായിട്ട് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഫോൺ വാങ്ങട്ടെ. സംഭവം ഒരു ഫോൺ ഉണ്ടായാല് തുടങ്ങാൻ പറ്റുള്ളൂ യൂട്യൂബ്. ഒരു ഫോണും ഒരു മൈക്കും ഉണ്ടായാല് തുടങ്ങാൻ പറ്റാണ് യൂട്യൂബ്. സിമ്പിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. അങ്ങനത്തെ ഒരു സംഭവമാണ്. ഞാൻ വെറുതെ സ്കിപ്പ് അടിച്ചാണ്ട് റീസൺസ് കാര്യങ്ങളായാണ്ട് ഫോണില്ലാത്തതുകൊണ്ട് ഞാൻ സ്കിപ്പ് അടിച്ചു. ഇൻഷാ അല്ലാഹ് ഒരു ഫോൺ വാങ്ങുമ്പോൾ ഞാൻ നല്ല ശരിക്ക് വ്ളോഗും കാര്യങ്ങളൊക്കെ തുടങ്ങും എന്നുള്ള മൈൻഡ് സെറ്റ്. അപ്പൊ എങ്ങനെ വീട്ടിൽ പറയലെടുത്തി ഒരു ഫോൺ വാങ്ങി, ഒരു ഐഫോൺ വാങ്ങി അങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പനിമയങ്ങ പുഷ് ചെയ്യലെടുത്തി. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഇപ്പൊ ഇങ്ങനെ ഐഫോൺ വാങ്ങാനൊക്കെ പോയി, പ്ലാനും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ അങ്ങനെ ഫോൺ വാങ്ങാൻ പ്ലാനും കാര്യങ്ങളൊക്കെ കിട്ടു. ഐഫോൺ ബാറ്ററി സെക്കൻഡ് ഹാൻഡ് അങ്ങനത്തെ നല്ല എടുക്കുകയാണെങ്കിലും ചാർജ് തീരെ നിൽക്കൂല, അങ്ങനത്തെ ഒരു സംഭവം വരുന്നത്. ചാർജ് തീരെ നിൽക്കൂല അങ്ങനെയൊക്കെ പറഞ്ഞു കടയത്തെ ആള്. വേറെ ആൻഡ്രോയിഡിൽ തന്നെ വേറെ ഫോൺ എടുത്താൽ മതി, ഐഫോൺ തന്നെ എടുക്കണമെന്നില്ല ക്ലാരിറ്റിക്ക് അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറ്റി 9ാം ക്ലാസ്
കഴിയാനായിക്കുന്ന സമയത്ത് വന്നിട്ട് 9 ക്ലാസ് പകുതി അങ്ങനെ എന്തായിട്ടുള്ളൂ. ആ സമയത്താണ് ഇപ്പൊ ചെയ്യുന്നത് അങ്ങനെ ഓപ്പോ വാങ്ങണത്. അപ്പൊ അങ്ങനെ ഓപ്പോ വാങ്ങി അതിൽ ഞാൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം അതിലിട്ടുള്ള ഫസ്റ്റ് വീഡിയോ കേട്ടോ, അതായത് ഹൈഡ് ആൻഡ് സിക്ക് ഞങ്ങൾ കാണുന്ന വീഡിയോ. അപ്പൊ അതിലും വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ല, അത്യാവശ്യം നമ്മളെ ഫോണിൽ നിന്ന് കാണുമ്പോൾ ക്ലിയർ ഉണ്ടാവും, അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ ക്ലിയർ പോകും. അപ്പൊ അങ്ങനെ ഞാൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങി. അപ്പോഴെനിക്ക് ഉണ്ട് എല്ലാവരും പറയും ക്ലിയർ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഐഫോൺ വാങ്ങണം എന്നുള്ള മൈൻഡ് സെറ്റ് വന്നത്. ആ ഇൻഷാല്ല ഐഫോൺ വാങ്ങിയിട്ട് വിടാന്നുള്ള, ഞാൻ സ്കിപ്പ് അടിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഫുൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞ് അവസാനം വീട്ടുകാര് ഐഫോൺ വാങ്ങിയിരുന്നു. പക്ഷെ അത് വാങ്ങിയ ടൈം എന്ന് വെച്ചാല് 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ്. 9 ക്ലാസ് ഞാൻ ഇവിടുന്നൊക്കെ വ്ളോഗ് ഇടുന്നുണ്ട്, 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഫോൺ വാങ്ങുന്നത്. അപ്പൊ അങ്ങനെ ഫോണും കാര്യങ്ങളൊക്കെ വാങ്ങി. വ്ളോഗഡ് അയക്കൂല, ഫോണൊക്കെ വാങ്ങിയെന്ന് വീട്ടുകാർ വ്ളോഗഡ് അയക്കൂല. വ്ളോഗ് ഇട്ടാല് അതായത് 10ാം ക്ലാസ് ആണ്, ടീച്ചർമാര് വീട്ടിൽ നിന്ന് പെരക്കാരോട് പറയും ഇവനങ്ങനെ വ്ളോഗ്, അതായത് ചങ്ങായിമാരെല്ലാരും പറയല്ലോ, എല്ലാവരും ഊക്കലൊക്കെ ഉണ്ട്, അപ്പോഴേ ഊക്കല് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ വ്ളോഗ് എടുത്ത് ഇറക്കാണോ ടീച്ചർമാരോടൊക്കെ പറയും, അപ്പൊ യൂട്യൂബർ ആട്ടോ അങ്ങനെ അങ്ങനെ പറയും. അപ്പൊ ടീച്ചർമാർ ചോദിച്ചും അവ വെറുതെ വ്ളോഗ് എടുത്തിറക്കുക, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയക്കാരം. അപ്പൊ പെരക്കാരോട് വ്ളോഗ് എടുത്തിറക്കുക. അപ്പം വ്ളോഗ് എടുത്തിറക്കാണോ പഠിച്ചലൊന്നുമില്ല അങ്ങനെയുള്ള ഇതൊന്ന് പെരക്കാരോട് പറയലെടുത്തി. ടീച്ചർമാരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഓല അങ്ങനെയൊക്കെ വിചാരിച്ച. അപ്പം ഞാൻ പഠിച്ചാത്തോണ്ട് കേട്ടോ, അല്ലാതെ ഫോൺ തന്നോണ്ട് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ വ്ളോഗ് ചെയ്യണത് കാര്യങ്ങളൊക്കെ കുറഞ്ഞു, പെരക്കാരയക്കൂല. വീഡിയോ എടുക്കുമ്പോ ചിലപ്പോൾ കുഴപ്പമുണ്ടാവും, കുറച്ച് നേരം ചോദിച്ചു, പിന്നെ എഡിറ്റ് ചെയ്യാൻ ഫോൺ വാങ്ങിക്കും. അപ്പൊ അങ്ങനെ എന്തായാലും ഇൻഷാല്ല +1 എത്തട്ടെ, എന്നിട്ട് ഞാൻ നാലാഴ്ചക്ക് വ്ളോഗ് തുടങ്ങാം. അപ്പൊ ഇനി എനിക്ക് ഇതിനെ മറിച്ച് ചിന്ത ഒന്നുമില്ലല്ലോ, സ്കൂളിൽ 4 ആഴ്ചക്ക് വീഡിയോ ഇട്ട് തുടങ്ങാന്നുള്ള വിചാരിച്ചു. അടുത്ത് വെച്ചു വീഡിയോ എടുക്കാലോ, +1 കഴിഞ്ഞ് അങ്ങോട്ട് ഉണ്ടല്ലോ, ടൈം ഉണ്ടല്ലോ, എടുക്കാലോ ചോദിച്ചാണ്ട് എടുത്തു വെച്ചു, ഫോൺ എടുത്തു വെച്ചു. അപ്പൊ നോക്കി 10ാം ക്ലാസിന്റെ റിസൾട്ട് വന്നപ്പം പഠിച്ച A+ ഇല്ല, എന്നാ വ്ളോഗും ഇല്ല, രണ്ടില്ലാത്തൊരവസ്ഥയ്ക്ക് ഞാൻ മാറി. അങ്ങനെ ഞാൻ പോയി. +1 തുടങ്ങുമ്പോൾ ഞാൻ ആ സ്കൂൾ ബോർഡിന് അല്ലെങ്കിൽ എത്രത്തോളം വീഡിയോ ഇടാൻ പറ്റുമോ അത്രത്തോളം ഞാൻ വിട്ടിട്ടുണ്ടോ. എല്ലാവരും ചോദിച്ചു എനിക്ക് വേറെ പണിയില്ല, ഒരു ദിവസം എത്രങ്ങാനും വീഡിയോസ് അപ്ലോഡ് ചെയ്യണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ 4 മാസം മുന്നേ 1K സബ്സ്ക്രൈബേഴ്സ് ആയി. പിന്നെ ഇപ്പം 4 മാസം കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ കുറച്ച് ദിവസം മുന്നേ 2K സബ്സ്ക്രൈബേഴ്സ് ആയി. സോ ഞാൻ അങ്ങനെ സ്കിപ്പ് അടിച്ചുകൊണ്ടാണ് എനിക്കിങ്ങനെ ഓരോ വിചാരിച്ചടി എത്താൻ പറ്റാത്തത്. ഞാൻ അങ്ങനെ ഓരോ ഫസ്റ്റ് സ്കിപ്പ് അടിച്ചു, വീട് പണി കഴിയട്ടെ എന്നിട്ട് ഞാൻ വ്ളോഗ് ഇടാൻ വിചാരിച്ചു. പിന്നെ ഞാൻ നല്ല ഫോം വാങ്ങട്ടെ എന്ന് വിചാരിച്ചു പിന്നെ നിന്നു. പിന്നെ എന്താ വെച്ചാല് ഫോം വാങ്ങട്ടെ വെച്ച് പിന്നെ നിന്നു. പിന്നെ 10ാം ക്ലാസ്സിലെ കഴിഞ്ഞിട്ട് തുടങ്ങാം, നാളെ നാളെ അവസാനം നീലായി മാറി. അപ്പൊ അതുണ്ടായത്. അതാണ് എന്റെ യൂട്യൂബ് ചാനലില് ഇത് പറഞ്ഞ ഇത്രയും കാലത്തേക്കുള്ള ഇത് സംഭവം എന്താ വെച്ചാല്. അപ്പൊ ഗൈസ്, അപ്പൊ ഇതൊക്കെയാണ് എന്റെ സ്റ്റോറി. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവും. ഇത്രയും ആൾക്കാർ ഊക്കിയിട്ട് എന്തുകൊണ്ടാണ് ഇവന് ഇങ്ങനെ ഇത് ഇത്രയും ഊക്ക് കിട്ടിയിട്ട്, മാക്സിമം എത്രത്തോളം ഊക്കാൻ പറ്റും എത്രത്തോളം ഊക്ക് കിട്ടിയിട്ടും പിന്നെ ഇവന് വീഡിയോ ചെയ്യാതെ തൊലിക്കെട്ടി വിടുന്നല്ലേ. കാരണം എന്താ വെച്ചാല് ഞാൻ 5ാം ക്ലാസ് മുതൽ തുടങ്ങിയ ചാനലാണ്. 5, 6, 7, 8, 9, 10, 11 ഏകദേശം 7 വർഷമായി. 7 വർഷമായിട്ട് നാട്ടുകാരുടെ അടുത്തുനിന്നായാലും വീട്ടുകാരുടെ അടുത്തുനിന്നായാലും കുടുംബക്കാരുടെ അടുത്തുനിന്നായാലും ഫ്രണ്ട്സിന്റെ അടുത്തുനിന്നായാലും കസിന്റെ അടുത്തുനിന്നായാലും എന്റെ ഏറ്റേഴ്സിന്റെ അടുത്തുനിന്നായാലും ടീച്ചർമാരുടെ അടുത്തുനിന്നായാലും മാഷന്മാരുടെ അടുത്തുനിന്നായാലും എല്ലാവരുടെ അടുത്തുനിന്ന് ഊക്കിനാ കിട്ടിയിട്ട്. അപ്പൊ എനിക്കതൊരു പ്രശ്നമല്ലാതായി മാറി. ഊക്ക് പറയുന്ന സംഭവം ഒരു പ്രശ്നമല്ലാതായി മാറി. ഊക്കണോര് ഊക്കട്ടെ എന്നുള്ള മൈൻഡ് സെറ്റ് ആയി എനിക്ക് വന്ന്. അപ്പൊ അങ്ങനെ വീഡിയോ ചെയ്ത് തുടങ്ങി, അങ്ങനെയൊക്കെ ഇട്ട് തുടങ്ങി. അതുകൊണ്ട് അങ്ങനെ പൊതുവെ മാറി. അതായത് ഞാൻ 10ാം ക്ലാസ് എത്തിയപ്പോഴാണ് അവസാനം എനിക്ക് തീരെ ഊക്കിയാലൊരു പ്രശ്നമില്ല എന്ന ടൈപ്പ് മാറി. അതിന് മുന്നേ ചെറിയ ഇതുണ്ടായിനി, അതായത് 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഊക്കിയാലൊക്കെ പ്രശ്നമായിനി. അതായത് അങ്ങനെ മടിച്ച് അവിടുന്ന് മാറിപ്പോവുകയായി. ഇപ്പൊ എനിക്കൊരു പ്രശ്നമില്ല. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം മറ്റൊരു ഇപ്പൊ ഞാൻ അന്നിപ്പോ അങ്ങനെ നിന്നിട്ടുണ്ടെന്നില്ല, ചിലപ്പോ എനിക്ക് ഈ 2000 പോലും ഉണ്ടാവില്ല. അങ്ങനെ ഇനിയിപ്പോ ഞാൻ കണ്ടിന്യൂസ്ലി വ്ളോഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ സപ്പോർട്ട് പോലെ ഇനി നിങ്ങൾ മാക്സിമം ഇനി സപ്പോർട്ട് ചെയ്യണം. അപ്പം ചാനൽ അതായിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. എത്രത്തോളം ലെങ്ത് ആയിട്ടുണ്ടോ, ഇനി എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ ഒന്നും എനിക്ക് അറിയില്ല. ഇനി എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ എന്തായാലും ബൈ ഗൈസ്. പിന്നെ ഗൈസ്, ഞാൻ ഒരു കാര്യം കൂടി പറയാൻ നിങ്ങളോട് വിട്ടുപോയി. എന്താ വെച്ചാല് ഇപ്പൊ ഞാൻ ഇത്രയും കാലമായിട്ട് യൂട്യൂബും വ്ളോഗും കാര്യങ്ങളൊക്കെ എടുത്ത് നടന്നിട്ട് എനിക്ക് എന്ത് കിട്ടി വെച്ചിട്ടുണ്ടോ എനിക്കത് പറയാൻ വെച്ചാല് ഒരുപാടൊന്നും നേടിയിട്ടില്ല. പക്ഷെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ നേടാൻ പറ്റിയിട്ടുണ്ട്. അതായത് എനിക്കത് വെച്ചാൽ ഞാൻ അത്രത്തോളം സംസാരിക്കാത്ത ഒരു ആളായിരുന്നു. ഞാൻ ഒരു ഇൻട്രോട്ട് പീക്കിൽ വരുന്നു. ഒരാളോട് സംസാരിച്ചാൽ അത് ആക്ടിവിറ്റി എടുക്കുന്ന ചെങ്ങായി ഞാനും. അപ്പം ഇങ്ങനെ ചിരിച്ചും കളിച്ചും വ്ളോഗും കാര്യങ്ങളൊക്കെ എടുത്തിറക്കേണ്ടെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയക്ക് ഇറങ്ങിയിട്ടാണ് ഞാൻ യൂട്യൂബ് വ്ളോഗ് കാര്യങ്ങളൊക്കെ ഇട്ട് നടന്നിട്ടാണ്. പിന്നെ എനിക്കിപ്പോ ഞാൻ എവിടെ ചെന്ന് സംസാരിക്കാനും ഇപ്പൊ തയ്യാറാണ്. അതായത് പണ്ടൊക്കെ എനിക്ക് മടിയേനു, ഒരു സ്റ്റേജിലോ അല്ലെങ്കിൽ എവിടെ പോയാണ് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് മടിയേനു. ഇപ്പൊ അറിയാത്തവരുണ്ടാവും, എവിടുന്ന് ഉണ്ടാവില്ല. ഞാൻ നമ്മോട് നല്ല സംസാരിക്കണമെങ്കിൽ ഞാൻ അങ്ങോട്ട് അലോ സംസാരിക്കും. അങ്ങനത്തെ ആളാണ് ഞാൻ.
അപ്പൊ അങ്ങനത്തെ ആളായി മാറിയത് എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ഇറങ്ങിക്കൊണ്ടാണ്. പിന്നെ അതേപോലെ തന്നെ വീഡിയോ കുറെ എഡിറ്റ് ഇപ്പൊ എനിക്ക് റീലിൽ കാണാൻ ഏത് വീഡിയോ കാണിച്ചു തന്നാലും എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. എഡിറ്റ് ചെയ്യാനുള്ള ഇത് സ്കില്ല് എത്രത്തോളം വർദ്ധിച്ചു. പിന്നെ സംസാരിക്കാൻ പഠിച്ചു. അങ്ങനൊക്കെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ്. അല്ലാതെ റവന്യൂ ആയിട്ടോ അങ്ങനെ എന്തോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇത്രയും വലിയ മൂഞ്ചി ചാനൽ ആർക്കും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാണ്. കാരണം ഇത്രയും ആഗ്രഹിച്ചിട്ട് ഇവിടെ എത്തിപ്പെടാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്തെങ്കിലുമൊക്കെ എത്തിപ്പെടാൻ പറ്റട്ടെ. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടാവണം. അപ്പൊ ബൈ ഗൈസ്, പറഞ്ഞിട്ട് തീരുന്നില്ലേ. അപ്പൊ ഇനി കുറെ നിങ്ങളോട് പറയാനുണ്ട്. അപ്പൊ നെക്സ്റ്റ് വ്ലോഗിലേക്ക് കുറെ കാര്യങ്ങളൊക്കെ വരുന്നേക്കാരം. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.